ഹായ് മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് അറിയാവോ? ഞാനൊരു പിന്നെ മാങ്ങ മുഴുവനെ മാങ്ങ ഇട്ടില്ലേ, മാങ്ങ ഉപ്പിലിട്ടില്ലേ, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കൃമികളും ഒന്നും ഉണ്ടാവില്ല, നല്ല ഇതായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇട്ട മാങ്ങയാണ് കണ്ട ഇത്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, കണ്ട. ബാക്കി ഞാൻ എടുത്തു കഴിഞ്ഞു. കണ്ട. ഇനി ഞാൻ ഇത് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഇതിനെ എടുത്ത് ഒരു അച്ചാറിടാൻ പോവാണ്. എങ്ങനെയാണെന്ന് കണ്ടോണം. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതിനകത്തുനിന്ന് ഇറങ്ങിയ ആ നീരാണ് ഇതിനകത്തുള്ളത്. ഒരു കൃമിയോ അങ്ങനെ ഒന്നും കണ്ട ഇതിനകത്തില്ല. ഇനി നമുക്കിതിനെ അരിയാം. പിന്നെ വേണ്ട ഇതേ പോണം ഇങ്ങനെ ആദ്യം ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ അരിഞ്ഞിടും. ഇങ്ങനെയും കഴിക്കാൻ നല്ലതാണ്. ഇങ്ങനെ അരിഞ്ഞിട്ടതിന് ശേഷം ഇതിനെ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ അതാ ഇതിനെ നമ്മൾ അച്ചാറിനൊക്കെ ഇടത്തില്ലേ, അതേ പോണം. ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ട ഇതേ പോണം ഇങ്ങനെ അരിയും. ഞാൻ അച്ചാറിടാനാണ് പോകുന്നത്. കുറേ നാളിരിക്കും കേട്ടോ. നമ്മൾ ഇതിനകത്തുള്ള വെള്ളം തന്നെയാണ് എടുക്കുന്നത്, വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല. ഇനി ഇത് അടുപ്പത്ത് വെക്കത്തൊന്നുമില്ല. അച്ചാറിന് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. ഇതെല്ലാം അരിയട്ടെ, അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ശരി. കണ്ട ഞാൻ ഈ മാങ്ങ അത്ര അരിഞ്ഞു കണ്ടോ, ഇതേ പോണം അച്ചാറിടുന്ന രീതിയിൽ അരിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് കണ്ട കാശ്മീരി മുളക് പൊടിയാണേ. കണ്ട കുറച്ചേ ഇടത്തുള്ളൂ. കാശ്മീരി മുളകായത് കാരണം കളറുണ്ട്, അധികം എരി ഇല്ല. മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി. വേണ്ട ഉലുവപ്പൊടി, കായപ്പൊടി വരും. കായ ഇച്ചിരി നല്ലതാണ്, അച്ചാറിനൊക്കെ കായ ഇച്ചിരി നല്ലതാണ്. അതുകൊണ്ട് കായപ്പൊടി ഒരു ഇച്ചിരി. കയ്യുടെ കയ്യിൽ ഒരു നുള്ളു വന്നുള്ളൂ. പിന്നെ ഇതാ ഇതിനെ എല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ ഇളക്കണം. ഇളക്കിയിട്ട് കണ്ട ഇതിനകത്തില്ലേ വേണ്ട, ഇതിനകത്ത് നമ്മൾ ഉണ്ടായിരുന്ന ഉപ്പും മാങ്ങയുടെ വെള്ളം തന്നെയായിരുന്നു, അല്ലാതെ വെള്ളം നമ്മൾ ചേർത്തില്ല. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിക്കും. ഇനി നമുക്കിതിനെ ഇല്ല വെയിലത്തോട്ടൊന്ന് കൊണ്ടുവെക്കാം. ഒരു 10 മിനിറ്റ് ഇത് വെയിലെത്തിക്കട്ടെ. വാ കണ്ട ഇത് ഞാൻ ഈ വെയിലത്ത് വെക്കുകയാണ്. ഈ വെയിലത്ത് വെക്കുന്ന എന്തെന്നറിയാമോ? അപ്പോൾ ഇത് ആക്കിയതിന് ശേഷം കാണിച്ചിടാം, ചൂടാകട്ടെ. അപ്പം ഞാൻ എന്താ വെയിലത്ത് കൊണ്ടുവച്ചിട്ട്, വെയിലിന് ചൂട് കുറവായിരുന്നേ. 10 മിനിറ്റ് വെച്ച്, പക്ഷേ ചൂടില്ല. എന്നാലും കുഴപ്പമില്ല, ചൂടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇവിടെ ചൂടില്ലാത്ത കാരണം ആണ് ഞാൻ എടുത്തത്. എന്നാലും ഒരുവിധമൊക്കെ അതിന് ആയിട്ടുണ്ട്. ചൂടുണ്ട്. ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിലത്ത് വെച്ചിരിക്കണം. എന്നാലും നല്ല ഒരുവിധമൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ചാറ് അത് നമ്മൾ വെയിലത്ത് നോക്കുമ്പോൾ ഈ ചാറ് കണ്ടിട്ട് ഇച്ചിരി കുറുകുന്ന പോലെ ആവും. ഇത് ചെറുതായിട്ടേ കുറുകയുള്ളൂ. ഇത്രയും കുറുകിയാലും മതി. നമ്മളിപ്പോൾ ഒരുപാട് ദിവസം വെക്കുന്നില്ലല്ലോ ഇത്. എനിക്കിതിപ്പോൾ ഒരുപാട് ദിവസം വെക്കണം. നിങ്ങൾക്കിപ്പോൾ കുറച്ച് അധികത്തെ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-15 മിനിറ്റ് വെക്കണം കേട്ടല്ലേ. അപ്പോൾ ഇത് ഇതിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. രണ്ടെടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ്. അടിപൊളി. കായത്തിന്റെ ആ ഉലുവയുടെ എല്ലാം നല്ല ഉപ്പുണ്ട്. ഇത് പിന്നെ ഉപ്പ് കാണും, കാരണം ഇത് ഉപ്പ് കിടന്നതല്ലേ. അപ്പം ഇതേപോലെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നല്ല അടിപൊളി മാങ്ങാച്ചാറാണേ. ഇത് ഒന്നും ഞാൻ പിന്നെ അടപ്പേ വെച്ചിട്ടേ ഇല്ല, ഭയങ്കര ടേസ്റ്റ്. ഇപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലേ. ഒരു പണിയില്ല, ഇത്രയും ചെയ്താൽ മതി. മാങ്ങ ഉള്ള സീസണിൽ നമുക്ക് കുറച്ച് മാങ്ങ എടുത്ത് ഇതേപോലെ ഉപ്പിലിട്ടിട്ടിരുന്നാൽ, മാങ്ങ ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് ഇതേപോലെ ഉപ്പുമാങ്ങ കഴിക്കാം. ഉപ്പുമാങ്ങ മാങ്ങ അച്ചാറ് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.